എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ സാംസ്കാരിക നിലയത്തിൽ ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നമുക്ക് 2 അനുശോചനം രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിലാദ്യം മുനി നാരായണ പ്രസാദ് ആചാര്യശ്രേഷ്ഠൻ എന്നുള്ളതിനപ്പുറത്ത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും തലപ്പത്ത്, അതിൽ ആധ്യാത്മികതയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് പൊതുസമൂഹത്തെ വളരെ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത ഗുരു നിത്യചൈതന്യതയോടൊപ്പം നടരാജഗുരുവിന് ശേഷം, ഗുരു നിത്യചൈതന്യക്ക് ശേഷം ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച ആദരണീയനായ മുനി നാരായണ പ്രസാദ് ഇന്നലെ നമ്മെ വേറിട്ട് പോയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഒരു നിമിഷം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് ബഹുമാന്യരായ എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സർഗദീപ്തി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും ഈ നാടിൻ്റെ ഒക്കെ അഭിമാനവുമായിരുന്ന ശ്രീ CS സോമരാജൻ സാറും നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതിലുപരി സർഗദീപ്തി എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് നടന്ന ഒരു വലിയ മനുഷ്യൻ, കവി, സാഹിത്യ നിരൂപകൻ, ഇതിലൊക്കെ ഉപരിയായി ഒരു നല്ല മനുഷ്യ സ്നേഹി, അദ്ദേഹവും നമ്മെ വിട്ടുപോയി. അദ്ദേഹത്തിനും ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് ഒരു നിമിഷം എല്ലാവരും എഴുന്നേൽക്കണം. സർഗദീപ്തിയുടെ പ്രസിഡന്റ് ശ്രീ പ്രേംജിത്ത് ലാൽ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സർഗദീപ്തിയുടെ രക്ഷാധികാരിയുമായ ശ്രീ ഗോപി KR പ്രഭാകരൻ സാർ, അതുപോലെ തന്നെ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള ശ്രീത്തോടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി രേഖ സുരേഷ്, ആദരവ് ഏറ്റുവാങ്ങുന്നതിനെത്തിയിട്ടുള്ള ശ്രീ NG മുരളീധരക്കുറുപ്പ് അവർ, പുസ്തക അവതരണത്തിനെത്തിയിട്ടുള്ള ശ്രീ സജി സിയത്തോടെ, ഈ പുസ്തക പരിചയ ചർച്ചയിൽ മോഡറേറ്ററായി പങ്കെടുക്കാവുന്നത് സംബന്ധിച്ചുള്ള ശ്രീ കൃഷി K മനോജ്, ചർച്ചയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ ആശംസകൾ അർപ്പിക്കുന്ന അശോകുമാർ, നമ്മുടെ സേതുള്ള പഴയ പഞ്ചായത്ത് സെക്രട്ടറിയാണ്, ഹരിനാരായണൻ, ശ്രീ ടോം സജി, പ്രിയപ്പെട്ട ഈ വേദി ധന്യരാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സർഗശേഷിയുള്ള എഴുത്തുകാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചിറ്റാർ സ്നേഹത്തോട് തന്നത്തോട് മേഖലയിലെ എഴുത്തുകാരുടെയും അതുപോലെ തന്നെ കലാകാരന്മാരുടെയും ഒരു സംഘടനയായി 4-5 വർഷം മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ച ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ് സർഗദീപ്തി എന്നുള്ളത്. ഈ സർഗദീപ്തിയുടെ പ്രവർത്തനപരമായി പല എഴുത്തുകാരെയും നമ്മുടെ സമൂഹത്തിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഇതിനോടകം തന്നെ കഴിഞ്ഞ സംസ്ഥാനം ഒരു പ്രാവശ്യം അലങ്കരിക്കുകയും പിന്നീട് ജില്ലാ പഞ്ചായത്തിന് നമ്മുടെ ഡിവിഷനെ പ്രതിനിധീകരിക്കുകയും വീണ്ടും സേതോട് പഞ്ചായത്ത് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന മഹതിയാണ് ശ്രീമതി രേഖ സുരേഷ്. എല്ലാ മേഖലയിലും, സാംസ്കാരിക മേഖലയിലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ട എല്ലാവിധ സപ്പോർട്ടും ചെയ്തു തരുന്ന മഹത് വ്യക്തിത്വമാണ് ശ്രീമതി രേഖ സുരേഷ്. പ്രസിഡന്റിനെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത പുസ്തക പരിചയത്തിനായിട്ടുള്ളത് സർഗദീപ്തിയുടെ തന്നെ ജോയിന്റ് സെക്രട്ടറിയായ ശ്രീ സജീവ് സേത്തോടാണ്. അദ്ദേഹത്തിന് നമ്മുടെ നാട്ടുകാർക്കെല്ലാം അറിയാം, നല്ലൊരു കവിയാണ്. അതുകൊണ്ട് തന്നെ നല്ലവണ്ണം കവിത അവതരിപ്പിക്കുകയും നല്ല ശബ്ദ ഗാംഭീര്യത്തോടു കൂടി കവിതകൾ അവതരിപ്പിക്കുകയും വിവിധ വിഷയങ്ങളിൽ ആധികാരികമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന പ്രഭാഷകൻ കൂടിയാണ് അദ്ദേഹം. അതുകൂടാതെ തന്നെ ആത്മീയ രംഗത്തും പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സർഗദീപ്തിയുടെ പേരിൽ
വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത് നമ്മുടെ ഈ ചർച്ചയുടെ മോഡറേറ്ററായിട്ട് എത്തിയിട്ടുള്ളത് എട്ടാമത് നമ്മുടെ സംബന്ധിച്ചുള്ള ശ്രീ കൃഷി കെ മനോജാണ്. അദ്ദേഹം സീയത്തോടിൽ ജനിച്ച് അദ്ദേഹം മാതൃഭൂമി അതുപോലെ തന്നെ മുഖ്യധാര പത്രങ്ങളൊക്കെ തന്നെ പത്രപ്രവർത്തന രംഗത്ത് മികവ് തെളിയിച്ചതിന് ശേഷം ഇപ്പോൾ ഓൺലൈൻ മീഡിയയിലും അതുപോലെ തന്നെ ടൂറിസം പ്രാദേശിക ടൂറിസം മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. ഈ പ്രാവശ്യത്തെ സംസ്ഥാന കലോത്സവത്തിന് ജില്ലാതലത്തിൽ കവിതാരചനയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ച കുമാരി ശ്രീയ സുരേഷിനെ ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആശംസാ പ്രാസംഗത്തിലുള്ള ശ്രീ അശോക് കുമാർ ജി തന്നത്തോട്, നമുക്കറിയാം അദ്ദേഹം മുൻ നമ്മുടെ സീതോട് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ എല്ലാവരെയും ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സഹകരിക്ക് വേണ്ടിയും വ്യക്തിപരമായും നമ്മുടെ ചിറ്റാർ സീതോട് മേഖലയിൽ നമ്മുടെ കിഴക്കൻ മേഖല സാംസ്കാരിക പ്രവർത്തകരുടെ എല്ലാവരുടെയും പേരിൽ വളരെ ഹാർദവമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും സഹകരിക്ക് ഇനിയും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, നന്ദി, നമസ്കാരം. സംഘടനയ്ക്ക് കലാ സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തപ്പെടുന്ന പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ പൊതുവെ പ്രഭാകരൻ, വേദിയിലുള്ള ഏറെ ഉള്ളവരെ, സദസ്സിലുള്ള ഏറെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇതേ സമയത്ത് തേക്കുതോട്ടിൽ ഒരു പരിപാടി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ സമയം ഒട്ടും പോകേണ്ടത് നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. നമ്മുടെ ഈ പരിപാടി ഇതിനെ ഈ നോട്ടീസ് കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. എന്നാൽ ഒരു സീതത്തോടിൽ നിന്ന് തന്നെയുള്ള 5 പേർക്കാണ് ഇവിടെ ആദരവ് തരുന്നത്. നമ്മളെ സംബന്ധിച്ച് ആദിത്യാലയം പാട്ട് പാടുകയാണെങ്കിൽ രശ്മി കവിത എഴുതുന്നു, വിധു കഥ എഴുതുന്നു, അതുപോലെ വിക്രമചേട്ടൻ കഥ എഴുതുന്നു, സതി കവിത എഴുതുന്നു. എൻ്റെ കൂടെ നേരത്തെ ജോലി ചെയ്തിരുന്ന അശോക് സാർ കവിത എഴുതി അന്ന് മുതലേ അതാണ്. അപ്പൊ എന്തുകൊണ്ടും പലതരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥയിലൂടെയും കവിതയിലൂടെയും മറ്റ് പാട്ടിലൂടെയൊക്കെ സമൂഹത്തിന് ധാരാളം
കുട്ടിയാണ്. അപ്പൊ എല്ലാവരും എനിക്ക് മുമ്പിലുള്ള മീനാ മെമ്പർ, എനിക്ക് പലരെ അറിയാം. മീനാ മെമ്പർ, അതുപോലെ തന്നെ ഇവരുടെ എല്ലാം കഥകളും ഒക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. കൂടുതൽ കൂടുതൽ എല്ലാവർക്കും നല്ല ഉന്നതിയിലേക്ക് എത്താൻ കഴിയട്ടെ. വിക്രോജാവിന്റെ കഥ നോവൽ പ്രകാശനം സംബന്ധിച്ച് ക്ഷണിച്ചിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. വിധുവിന്റെ എല്ലാവർക്കും കൂടുതൽ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തട്ടെ, എല്ലാവരും അറിയപ്പെടുന്ന നല്ല വ്യക്തിത്വങ്ങളുടെ ഉറവിടമായി മാറട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, എനിക്ക് പോകാൻ കൂടി എന്നൊരു ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരും ആശംസകളും നേരുന്നു. എല്ലാവരും നല്ലതായി നല്ല നല്ല നിലയിൽ എത്തട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കേട്ടിട്ടേ ഉള്ളൂ. പല വേദിയിൽ വന്നിട്ട് അവിടെ കണ്ടിട്ടുണ്ട്, സംസാരിക്കാൻ പറ്റിയിട്ടില്ല. സംസാരിക്കാനൊക്കെ ഒരു അവസരമുണ്ടായി. ചിറ്റാറിലായാലും കണ്ടിത്തോട്ടിലായാലും സീതത്തോടിലായാലും പല കലാകാരന്മാരെയും ഒന്നിച്ച് നമുക്ക് ഈ വേദിയിൽ കാണാൻ പറ്റി. ഏറെ സന്തോഷം. സീതത്തോട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അപ്പോൾ നമ്മൾ ഈ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്തത് മാത്രമല്ല, ഇപ്പോൾ ഒരു ആദരവ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മഹതിക്കും ഒരു ആദരവ് കൊടുക്കാൻ വേണ്ടിയാണ് സംഗതിക്ക് തീരുമാനിച്ചിരിക്കുന്നത്. ആ ആദരവ് നൽകുന്നതിനായി ബഹുമാന്യനായ സംഗതിക്ക് സാംസ്കാരിക സംഘടനയുടെ ഭരണസമിതി അംഗം കൂടിയായ, എഴുത്തുകാരൻ കൂടിയായ, അധ്യാപകനല്ല സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി റിട്ടയർ ചെയ്ത ശ്രീ അശോക് കുമാർ തമ്മിത്തോട് അവരുടെ ആദരവുകളും ക്ഷണിക്കുന്നു. ഈ ആദരവ് നൽകുന്നതിനായി ചെറിയ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാന്യയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേഖ സുരേഷ് അവരുടെ ആദരവുകളും ക്ഷണിക്കുന്നു. മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ലളിതമായ ഭാഷയിൽ അമേരിക്കയുടെ ചില ഭാഗങ്ങളിൽ എന്താണ് എന്ന് പറയുന്നത് നല്ലൊരു പുസ്തകമാണ്. നല്ല പുസ്തകം ലളിതമാണ്. അതാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നതാണ്. വലിയ കഠിനമായ വാക്കുകളൊന്നും ചേർത്ത് ആലങ്കാരികമായിട്ട് കൂടുതൽ കൊണ്ട് വെക്കാതെ വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുന്ന നല്ലൊരു പുസ്തകമാണ്. നിശ്ചയമായി അത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ചില കാര്യങ്ങളെങ്കിലും നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത ആ പുസ്തകത്തിൻ്റെ അക്ഷരങ്ങൾക്കുള്ളിലൂടെ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് പത്തനംതിട്ട വെച്ച് അത് പ്രകാശനം നിർവഹിക്കപ്പെട്ടു. പക്ഷേ ഞാൻ അന്ന് വിക്രമനോട് നമ്മുടെ നാട്ടിൽ ഇവിടെ വെച്ച പ്രകാശനം ചെയ്യുന്നു. വിക്രമൻ എല്ലാ നന്മകളും അക്ഷരലോകത്ത് കൂടുതൽ ഉയരങ്ങളിലെത്തുവാൻ കൂടുതൽ ചർച്ച ചെയ്യപ്പെടട്ടെ. ഇന്ന് ചർച്ച ചെയ്യുമ്പോഴും വളരെ സജീവമായിരുന്നത് എനിക്ക് തോന്നുന്നു. ചർച്ചയ്ക്ക് പേര് കൊടുത്തിട്ടുള്ളവർക്ക് നേരത്തെ ബുക്കുകൾ കിട്ടിയിട്ടുണ്ടാവും, അവരതൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അതിൻ്റെ അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തുമായിരിക്കാം. അങ്ങനെ പ്രതീക്ഷിക്കുന്നു പുസ്തക ചർച്ച എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയാവുന്നത്, ഈ ശ്രീകത്തോടെ സംബന്ധിച്ചോളം ഒരു പുസ്തക ചർച്ച എന്നുള്ള രൂപത്തിൽ ഇതിന് മുൻപ് ഇവിടെ ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ടോ എന്നൊരു കാര്യം സംശയമാണ്. ഇല്ലെന്നാണ് എൻ്റെ പരിമിതമായ അറിവിൽ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ശ്രീകത്തോട്ടിൽ ഇങ്ങനൊരു ഇങ്ങനെ ഈ പുസ്തകമല്ല, ഏതൊരു പുസ്തകത്തിൻ്റെ അതിനൊരു ചർച്ചയുടെ രൂപത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അതും ഒരു പുതുമയാണ് ശ്രീകത്തോട്ടിൽ നിന്നുള്ളത്. മാത്രമല്ല, നമ്മൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. തന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു വ്യഗ്രത ഉണ്ടാവുന്നത്. ആ വ്യഗ്രതയുടെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ സൃഷ്ടികൾ അവതരിപ്പിക്കുന്നു. തെറ്റുണ്ടാവും, നല്ലതുണ്ടാവും, തെറ്റുകളുണ്ടാവും, ശരിയുണ്ടാവും. ഇതെല്ലാം കഴിയുമ്പോൾ അതെല്ലാം കൂടെ കൂടിയിരുന്ന് നമ്മൾ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞിരുന്ന നല്ലതിനെ സ്വാംശീകരിക്കാൻ ഓരോ എഴുത്തുകാർക്കും കഴിയണം. അല്ലാതെ ഒരാൾക്ക് എഴുതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത്ര മനോഹരമായ ഒരു സൃഷ്ടി ഉണ്ടായിട്ടില്ല, അത്ര മനോഹരമാണ്, ഇതല്ല. ഒരു എഴുത്തുകാരെ സംബന്ധിച്ചോളം നമ്മൾ പ്രോത്സാഹനം കൊടുക്കേണ്ടത് അതിനകത്തുള്ള വരികൾ, അക്ഷരങ്ങൾ, അക്ഷരത്തെറ്റുകൾ ഇതെല്ലാം സൂക്ഷ്മ നിരീക്ഷണം നടത്തി ആ എഴുത്തുകാരനുമായിട്ട് നമ്മൾ സംവദിച്ച് കഴിയുമ്പോഴാണ് ആ എഴുത്തുകാരൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയുന്നത്. ആ സൃഷ്ടിയുടെ മൂല്യം കൊടുത്തത് അവിടെ. അപ്പോൾ അവരെല്ലാവരും അത്തരത്തിൽ ശ്രമിക്കണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് നമുക്ക് തുടർ നടപടിയിലേക്ക് പോകാം. എൻ്റെ ഈ അധിക പുസ്തകം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തത് നമ്മുടെ ഈ പ്രധാനപ്പെട്ട പുസ്തകം ഇവിടെ അവതരിപ്പിക്കുകയാണ്. അത് അവതരിപ്പിക്കുന്നതിന് സംഗതിയുടെ
അനുഗ്രഹിതനായ ഒരു കലാകാരൻ ശ്രീ സജി ശിവത്തോട് പാസ്റ്ററാണ്, എനിക്കറിയാവുന്ന ആളാണ്. ഒരുപാട് സമയം എടുത്ത് ചർച്ച ചെയ്യാൻ അവതരിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഈ കഠിനമായ ജോലി നിങ്ങളിവിടെ കടന്നു വന്നതിൽ നിങ്ങളോടുള്ള പ്രത്യേകമായ നന്ദി ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. വളരെ സന്തോഷപ്പെടും. അതുകൊണ്ട് നയാഗ്രയിലെ മഴവില്ലുകൾ എന്ന ഈ പുസ്തകത്തെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന പുസ്തകം നയാഗ്രയിലെ മഴവില്ലുകൾ എന്ന മനോഹരമായ പേരോടുകൂടിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ ഒരു കാവ്യാത്മകതയുണ്ട്. നല്ല ഒരു ശീർഷകമാണ് ശ്രീ സീതത്തോട് വിക്രമൻ കൊടുത്തിരിക്കുന്നത്. ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ആത്മബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ, പുസ്തകം ഇതുപോലെ പുസ്തകമാകുന്നതിന് മുമ്പ് തന്നെ കയ്യെഴുത്തുപടിയായിരിക്കുമ്പോൾ തന്നെ അത് വായിക്കാൻ കഴിയും എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശ്രീ സീതത്തോട് വിക്രമൻ. കുറേ വർഷങ്ങളായി അദ്ദേഹത്തെ കേൾക്കുന്നു. സീതത്തോടുകാരാണ് ഞങ്ങൾ രണ്ടുപേരും എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം സീതത്തോടുകാരനാണെങ്കിലും കർമ്മം കൊണ്ട് പ്രവാസിയായിരുന്നു. ഞാൻ സീതത്തോടിൽ ജയിച്ചു പറഞ്ഞ ഞങ്ങളാകരമായ ഒരു കാര്യമാണ്. അനന്തപുരി ജയിച്ചു പോയ ടി എൻ ചന്ദ്രശേഖർ സാറിനെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ വരാന്തയിൽ ആണ് സർഗദീപ്തിയുടെ ഉദയം. പ്രിയപ്പെട്ട ബോധിച്ചേട്ടൻ, പ്രഭച്ചേട്ടൻ, മറ്റു പല ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ഈ ധാരാളം പ്രതിഭകൾ ഉണ്ടാകും. ഇവിടെ നിന്ന് ശാസ്ത്രകാരന്മാരുണ്ടാകും. ഇവിടെ നിന്ന് നല്ല നല്ല സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള ആളുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തോരു ഭാഗം പറഞ്ഞതുപോലെ എല്ലാം നശിച്ചു പോയിട്ടില്ല, പോയില്ല, വലതും ശേഷിക്കുമെന്ന സംതൃപ്തിയാൽ എന്ന് പറഞ്ഞതുപോലെ ഒന്നും നശിച്ചു പോയിട്ടില്ല. ചിലർ പറയും എല്ലാം കുടിവതാണ്, ഇനിയൊന്നും ശേഷിക്കുന്നില്ല. പക്ഷേ ഒന്നും നശിച്ചു പോകാതെ, അതാ എന്തെങ്കിലും നശിച്ചു പോയാൽ അത് മറ്റൊന്നായിട്ട് രൂപപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നിന്ന് എഴുത്തുകാർ ധാരാളം ഉണ്ടാകട്ടെ. നമ്മുടെ സുഖത്തോട് വിക്രമിന്റെ നയാഗ്രയിലെ മഴവില്ലുകൾ, നയാഗ്രയിലെ മഴവില്ലുകളെ പറ്റി എഴുതാത്ത കവികളില്ല. സീതയെ മണ്ണുമൂടൻ എന്ന് പറയുന്ന കവി അദ്ദേഹം വളരെ വ്യക്തമായ ഭാഷയിൽ, വളരെ മനോഹരമായ ഭാഷയിൽ നയാഗ്രയെ പറ്റി എഴുതിയിട്ടുണ്ട്. വെള്ളിരേഖ മലകളിടിഞ്ഞു വെൺമതിലായി മറിയുകയാണോ, പഞ്ഞുപോലെ പടർന്നു കയറുന്നു, വെണ്ണിൽ നീലിമ പോയി മറയുന്നു. ഞാനടക്കമുള്ള പല ആളുകളും, ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഈ നയാഗ്ര കണ്ടിട്ടില്ല. പക്ഷേ സീതത്തോട് വിക്രമന് അത് കാണാനും അത് എഴുതാനും ഉള്ള ഭാഗ്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിൽ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമാണ്. വായനയോട് ധന്യമായ നിമിഷങ്ങളാണ് അദ്ദേഹത്തിന്റെ പുസ്തകം നമുക്ക് കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുസ്തകമാണ് നയാഗ്രയിലെ മഴവില്ലുകൾ. ആദ്യത്തെ പുസ്തകം ദുബായ് ഒരു വിസ്മയ ലോകം. രണ്ടാമത്തെ കൃതിയാണ് നയാഗ്രയിലെ മഴവില്ലുകൾ. ഇതിനെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തൂലിക കാവ്യാത്മകമായി മാറുന്നത് നമ്മൾ കാണുകയാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു കവിതയിരിക്കുന്നത് പോലെ തോന്നുന്നു. അത്ര ലളിതമായി. ഇപ്പൊ എന്നോട് പ്രിയപ്പെട്ട പ്രൊഫസർ പറയുകയായിരുന്നു, വളരെ മനോഹരമായ ഭാഷയാണ് ശ്രീ ശിവത്തോട് വിക്രമൻ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് സൂചിപ്പിക്കുന്നു. സാംസ്കാരിക പ്രവർത്തകരൊക്കെ പറയാറുണ്ട്, ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു വായന മരിക്കുന്നു. എന്തോ പറഞ്ഞാൽ ഏത് സാഹിത്യ ചർച്ചയിൽ ചെന്നാലും മുടി താടി നീട്ടി വളർത്തി വലിയ ദുബായ് ഒക്കെ ഇട്ട്, ഞാൻ ദുബായ് ആയിട്ടിരിക്കുന്നത് അത് വേറെ കാര്യം. അപ്പൊ നഖമെട്ടത്തില്ല, കുടിക്കത്തില്ല, വേണമെന്ന് വെച്ചാൽ പല്ല് തേക്കാൻ 5-6 ദിവസമൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവിയാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ വായന മരിക്കുന്നു, ഇവിടെ പുസ്തകമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ നല്ല ലൈബ്രറിയിലും അതുപോലെ DC ബുക്ക്, കറണ്ട് ബുക്സ്, ഉന്മ പബ്ലിക്കേഷൻ ഇവിടെയൊക്കെ ചെല്ലണം. കൊച്ചു പിള്ളേർ മുതൽ ചെറിയ കുഞ്ഞുങ്ങൾ, ഈ നല്ല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ മുതൽ പുസ്തകം വാങ്ങാൻ ചെല്ലുന്നത് നമ്മൾ വളരെ അത്ഭുതത്തോടുകൂടെ നോക്കുകയും. അപ്പൊ വായന മരിച്ചിട്ടില്ല, പുസ്തകങ്ങൾ മരിച്ചിട്ടില്ല. എഴുത്തുകാർ മരിച്ചാലും അവരുടെ പുസ്തകങ്ങൾ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ പറഞ്ഞു വരുന്നത് സീതത്തോട് വിക്രമന്റെ പുസ്തകത്തെ പറ്റിയാണ്. വളരെ മനോഹരമായ പുസ്തകം. വൈറ്റ് ഹൗസിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ പ്രകാശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എത്രയെത്ര കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അമേരിക്കയിലെ പോലീസുകാരും
നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ പോലീസുകാർ, വിശേഷിച്ച് കേരളത്തിലെ പോലീസുകാരുടെ സ്വഭാവം വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹം വളരെ മനോഹരമായ വിധത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, എഴുതുന്നുണ്ട്. കേരളത്തിലെ പോലീസുകാർ ഈ അടുത്ത കാലം വരെ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ അടി കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. വിവരം വെച്ചതോടെ ഈ പോലീസുകാർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, യാതൊരു സംശയമില്ല. പക്ഷേ അമേരിക്കയിലെ പോലീസുകാർ നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പിടിച്ചാൽ വളരെ മാന്യമായ നിലയിൽ വണ്ടിയിൽ നമ്മളെ കൊണ്ട് ഇരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് സീറ്റൊക്കെ തന്ന് മാന്യമായിട്ട് നമ്മൾ എവിടെയാണോ പിടിച്ചത് അവിടെ കൊണ്ടുപോകും. അങ്ങനെയാണ് അദ്ദേഹം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അത്ര വളരെ മാന്യമായിട്ട് പെരുമാറുന്ന പോലീസുകാർ അമേരിക്കയിലുണ്ടെന്ന് വിക്രമൻ ചേട്ടന്റെ പുസ്തകം ഞാൻ ചേട്ടൻ തന്നെ പറഞ്ഞു, അങ്ങനെയാണ് വിളിക്കുന്നത്. ഇതുവരെ വിക്രമനൊക്കെ പറഞ്ഞു, പക്ഷെ കുറെ കൂടെ ആത്മാർത്ഥത നമുക്ക് തോന്നണമെങ്കിൽ അങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വിക്രമൻ ചേട്ടന്റെ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു അറിവ് കിട്ടാൻ കഴിയുന്നത്. അങ്ങനെ അതുപോലെ വടംവലി മാമാങ്കം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, വടക്കും വളരെ മനോഹരമായി ശ്രീ സീതത്തോട് വിക്രമൻ ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉന്മാ മോഹനാണ് ഈ പുസ്തകം പ്രസാദനം ചെയ്തിരിക്കുന്നത്. ഉന്മ പബ്ലിക്കേഷൻ വളരെ നല്ലതാണ്. കണ്ണാടി ഇല്ലാതെ വായിക്കാൻ പറ്റിയ ഒരു പുസ്തകം കൂടിയാണ്. മുഴുത്ത അക്ഷരം, അതിന്റെ പോയിന്റ് വലിപ്പപ്പെടുത്തിക്കൊണ്ട് മനോഹരമായ വിധത്തിൽ ഏതൊരാൾക്കും വായിച്ചു പോകാൻ പറ്റിയ വിധത്തിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാ സംഘ പ്രതിഭകളെയും വായനക്കാരെയും എഴുത്തുകാരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സംഘവ്യക്തിയുടെ പേരിൽ ഞാൻ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ ഇവിടെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ നമസ്കാരം. നമ്മളെ സുഹൃത്തുക്കളുടെ ആദ്യത്തെ ഒരു സംഭവമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. സുഹൃത്തുക്കളുമായിട്ട് ബന്ധമുണ്ടെങ്കിലും ഞാൻ ആഗ്രഹിക്കാനായാലും ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് പങ്കെടുത്തിട്ടില്ല. സംഘടിപ്പിക്കുന്ന പരിപാടികളെല്ലാം നമ്മൾ നടത്തിയിട്ടുള്ളത് ചിറ്റാറിൽ വെച്ചാണ്. അല്ലേ സാറേ? ചിറ്റാറിൽ വെച്ചാൽ നമ്മുടെ വായനയുടെ ലോകം എന്ന് പറയുമ്പോൾ അതൊരു വിശാലമായ ലോകമാണ്. നമുക്കറിയാം, വായിച്ചാൽ വളരെ ഇല്ലെങ്കിൽ വായിച്ച വിളയും വളയുമെന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വായിച്ചിങ്ങനെ വളയുമെന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ ഭാഷ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പുതിയ തലമുറകൾ അത് വായിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇവിടെ വേറെ അഭിമാനത്തോടുകൂടി ഞാൻ ആംഗ്ലീഷ് സ്കൂളിലെ ബി എം എസ് ഉണ്ടായിരുന്നു. അന്നേരം ആ സമയത്താണ് നമ്മുടെ ആംഗ്ലീഷ് സ്കൂളിൽ തന്നെ കുട്ടിയായ ശ്രേയക്കൊരു ഇത് അനുമോദനമൊക്കെ ഞങ്ങൾ കൊടുത്തത്. സ്കൂളിൽ നിന്ന് പോയി കലാ മത്സരത്തിന് ഏകദേശ സംസ്ഥാന വിദ്യാർത്ഥിയിൽ എന്നുള്ള കാര്യമല്ല. നമ്മുടെ നാട് വളരുകയാണ്. ഒരുപാട് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തനങ്ങൾ നമ്മുടെ നാടും വളരുകയാണ്. ഇപ്പം തന്നെ വിദ്യുദ്വീപ്, പിന്നെ സാധന കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ഞങ്ങളുടെ പുതിയ കഥയിൽ പറയുന്നത് അമേരിക്കയെ കുറിച്ച് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വിസയൊന്നും കിട്ടിയില്ല, ആരും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ വിസ എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ 5 മാസം അദ്ദേഹം പോയി ഈ പുസ്തകം അവിടെ യാത്ര ചെയ്ത് എഴുതിയ പുസ്തകമാണ്. അമേരിക്ക നമ്മൾ കേൾക്കുമ്പോൾ വലിയ സമ്പന്ന രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി, ലോകത്തെ വളരെ സന്തോഷിച്ചോളാം. നമ്മൾ സ്കൂളിൽ കുട്ടികളെ കൊണ്ട് ഇറങ്ങുന്നവരെ കൊണ്ടുപോകുന്നവരാണ് അവതരിപ്പിക്കുന്നത്. വായിക്കുന്ന എനിക്ക് ഫീലാണ് പറഞ്ഞത്. വായന എന്ന് പറയുമ്പോൾ എഴുതിയാൽ എനിക്ക് ഫീലായിരിക്കില്ല, വായിക്കുന്ന ഒരാളെന്ന് തോന്നുന്നത്. കവിനാണ് പ്രത്യേകിച്ച് കിട്ടുന്നത്. അപ്പോൾ 8 വയസ്സ് ഒരാൾക്കും ഈ ആസ്വാദനം കിട്ടാറായില്ല കവിതയ്ക്ക്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു രീതിയിലിരിക്കുന്നത് എന്താ പറഞ്ഞാൽ ആ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവിടുന്നവരാണ്. അവരുടെ സമ്പാദ്യം മൊത്തം അവർ തന്നെ സൂക്ഷിക്കുന്നു, അവരുടെ കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കും. മക്കള് കല്യാണം അവരുടെ അമ്മായിക്കും പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിന് വേറെ ലോകത്താണ് ജീവിക്കുന്നത്. പ്രായപൂർത്തി അവർ വീട് വെക്കുന്നു, സ്വന്തമായി അധ്വാനിച്ച് അവരുടെ കാര്യത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നു. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സൗഹൃദങ്ങൾ നിലനിൽക്കുകയാണ്. ഇവിടെയാണ് വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെല്ലാം കോലാഹലങ്ങളാണ്, എന്തെല്ലാം കാര്യങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഉണ്ടായിരിക്കും. ഇത് പറയായിരിക്കും എന്ത് പോലെ ഈ ഫേസ്ബുക്ക് വഴി ഇതുവഴി എല്ലാം എടുക്കുന്ന കാലത്താണ് മെമ്പർമാർക്ക് ഇരിപ്പുണ്ട്. മെമ്പർമാരാണ് ടീന ടീച്ചർ, ഒന്ന് ടീച്ചറാണ്, ഇതിനകത്ത് അറിയില്ല, ടീന ടീച്ചറാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഒരുപാട് ഫ്ലെക്സുകൾ ഒരു വാർഡിൽ മത്സരിക്കുമ്പോൾ ഒരാളെ പൂർണ്ണമായിട്ടും അറിയാം. അവിടെ പോലും ഫ്ലെക്സുകൾ ഒരു അതിപ്രസരമാണ്. ഒരു വാർഡ് എന്ന് പറഞ്ഞാൽ 10 1000 വോട്ട് താഴെയുള്ള അവിടെ ഉള്ളവരെ പോലും എന്നെ തിരിച്ചറിയത്തില്ല. ഞാനവിടെ എന്നെ അറിയത്തില്ല, ഞാൻ ഇങ്ങനെ മത്സരിക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥ ഞാൻ പറഞ്ഞു. ഒരു നയാഗ്രിയ മഴവില്ല, മനോഹരമായ ഒരു പേര്, കാവ്യാത്മകത അറിയിക്കുന്ന ഒരു പേര്. നമുക്ക് മഴവില്ല എന്ന് പറയുമ്പോൾ, മൈത്തി എന്ന് പറയുമ്പോൾ നമ്മളെ പ്രകാശതയെ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ഓടിപ്പോയി. അതുകൊണ്ട് ഈ പുസ്തകക്കാര്യത്തിൽ ഒത്തിരി വിജയിച്ചിട്ടുണ്ട്.
ഈ പേര് എന്ത് ഒരു പേര് എന്തിരിക്കുന്നു അപ്പോൾ ഇപ്പോഴും കുട്ടികളെ സമ്മതിക്കുന്നോട് പറയാണ്. അല്ലാതെ പ്രാർത്ഥന പോലും ശരിക്കില്ല അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസ കുറിച്ച് പറയും വായനയുടെ കുറവാണ്. ഞാൻ വിദ്യാഭ്യാസ കുറിച്ച് നിങ്ങൾ വായിക്കുന്നില്ല. ഞങ്ങളൊക്കെ മംഗളവും നാലുവിനെയും മനോരമയൊക്കെ പുസ്തകത്തിൽ ആരംഭിച്ചു. പുസ്തകത്തിൽ ആരംഭിച്ച് വായിക്കാൻ ആരെങ്കിലും കൊടുക്കുന്നവരുണ്ടോ അവിടെ? ഞാൻ വായിക്കണം. വളരെ കഷ്ടപ്പെട്ടാണ് ഇത് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന നിസ്സാര ഒരു പുസ്തകമാണ്, നിസ്സാര ഒരു പരിപാടിയായിട്ടാണ് ഈ കാണുന്നത്. ഇതിനെല്ലാം പിന്നെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. 1 മണിക്കൂർ ഇന്നത്തെ ഈ പുസ്തക ചർച്ചയിൽ വന്നത് നിങ്ങൾ തീരുമാനം എടുക്കുക. ഞാൻ അതിനകത്ത് പറയുകയാണ്, 1 മണിക്കൂർ നിങ്ങൾക്ക് വായിക്കാൻ മാറ്റി. അതുകൊണ്ട് ഞാനൊരു എഴുത്തുകാരനല്ല. എൻ്റെ ഒരു വിചാരങ്ങളിൽ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ എഴുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഒരു ജീവിതവും ഒക്കെ എഴുത്തിലൂടെ ഞാൻ പരമാവധി 15 മിനിറ്റിനപ്പുറം പോകത്തില്ല എന്ന് ആലോചിക്കുകയാണ്. എന്നെ എഴുതാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം എൻ്റെ അച്ഛനോടുള്ള മത്സരം. സീതത്തോടിൻ്റെ ചരിത്രം എഴുതുമ്പോൾ ഇത്തരം അനവധി സംഭവങ്ങൾ അല്ലേ, 10-60 വർഷത്തിന് മുമ്പ് ഇവിടെ കർഷക കുടിയേറ്റങ്ങൾ നടന്ന സമരങ്ങളെ പറ്റിയും AKG ഇവിടെ വന്ന് സംസാരിക്കുന്നതിനെ പറ്റിയും ഓർക്കാതിരിക്കാൻ പറ്റുമോ? എനിക്കത് ഓർമ്മയുണ്ട്. അങ്ങനെ വളരെയധികം കേരളത്തിൻ്റെ ഒട്ടേറെ പോരാട്ടങ്ങളിൽ രഹസ്യമായി വന്ന നേതാക്കൾ ഇവിടെ താമസിച്ച ഏരിയകളുണ്ട്. സീതത്തോടെന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ സമര പോരാട്ടങ്ങളുടെ ഒട്ടേറെ ആളുകളെ സംരക്ഷിച്ച ഒരു പ്രദേശമാണ്. അങ്ങനെ ഇവിടുത്തെ കേരളത്തിൻ്റെ സീതത്തോടിൻ്റെ ഒരു ചരിത്രം എഴുതുകയാണെങ്കിൽ സീതത്തോടിൻ്റെ പരിസ്ഥിതിയും സാംസ്കാരിക പരിസ്ഥിതിയും രാഷ്ട്രീയ പരിസ്ഥിതിയും എല്ലാം ബന്ധപ്പെട്ട് എഴുതുന്നുണ്ടാവും. ശാസ്ത്രസാങ്കേതിക ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ദാർശനികത. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെ ദാർശനിക ശാഖകളെ തന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചിന്തകളും എഴുത്തുകളും ഒക്കെ ഉണ്ട്. നേരനുഭവങ്ങൾ പറയുന്ന, മൂല്യങ്ങൾ പറയുന്ന, മനുഷ്യത്വങ്ങൾ പറയുന്ന, പരിസ്ഥിതി മാത്രം പറയുന്ന, അനുഭൂതിപരമായ കാര്യങ്ങൾ മാത്രം പറയുന്നതിന് അപ്പുറത്തേക്ക് ദാർശനികമായി കൂടി എഴുത്തുകൾ ഉയരാൻ സാധ്യമാണ്. നമ്മളുടെ നയാഗ്രയിലെ മഴവില്ലുകൾ എന്താണ് മഴവില്ലുകൾ, അത് നല്ലൊരു പേരാണ്. അത് കേട്ടപ്പോൾ തന്നെ ഞാനത് അങ്ങനെ നമ്മളുടെ പറയുകയുണ്ടായി. എന്നാലും ഞാൻ ഈ സംഘാടകർ സീതത്തോട് എൻ്റെ നന്ദിയെ ചോദിച്ചിരുന്നു. പ്രദേശത്ത് അക്ഷരസ്നേഹികളായ ഒരു കൂട്ടം വ്യക്തികൾ സംഘടിപ്പിച്ച സർഗദീപ്തി എന്ന ഈ സംഘടനയുടെ അതിഥിയായി ഇവിടെ എത്താനും എനിക്ക് തന്ന ആദരവിന് ഞാൻ പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഗ്രന്ഥരചന യാത്രാ വിവരണം തയ്യാറാക്കിയ ശ്രീ വിക്രമൻ സീതത്തോട് അവர்கள், അദ്ദേഹം എനിക്ക് ചിരപരിചിതനാണ്. ബോധിനിയുടെ എല്ലാ പരിപാടികളിലും സഖി സീതത്തോടും വിക്രമൻ സീതത്തോടും അവിടെ എത്താറുണ്ട്. നന്മകളും എല്ലാ ആശംസകളും എല്ലാ അനുമോദനങ്ങളും ഞാൻ അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സഹോദരന്മാരെ, ഈ വൈകിയ വേളയിൽ അധികമൊന്നും സംസാരിച്ച് നിങ്ങളെ ഒഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ശ്രീ വിക്രമൻ്റെ ഈ പുസ്തകം അതിൻ്റെ കയ്യെഴുത്തുള്ളത് തന്നെ മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് വായിക്കാൻ കഴിയും എന്നൊരു ചരിതാർത്ഥ്യമുണ്ട്. അദ്ദേഹം ദിവസത്തെ വീട്ടിൽ വരികയും ഞാൻ അദ്ദേഹം നൽകിയ ആ പുസ്തകം ആ കയ്യെഴുത്തുള്ളത് വായിച്ച് അതേക്കുറിച്ച് അഗാധമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്യും. അതിനുശേഷമാണ് അദ്ദേഹം ഈ വനിതാ പ്രസിൽ DGP എടുക്കാൻ കൊടുക്കുന്നതും അവിടെ നിന്ന് പ്രസിലേക്ക് പോകുന്നതും ബോധിനി പ്രവാസാന്റെ കയ്യിൽ അതിൻ്റെ സൃഷ്ടി എത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിരന്തരം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ള സ്വാഭാവികം തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ വേദിയിൽ ബസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട വ്യക്തിയ നയാഗ്രയിലെ മഴവില്ലുകൾ എന്നുള്ള പുസ്തക ചർച്ചയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടൻ എനിക്ക് ഒരു വർഷമായിട്ട് പരിചയമുണ്ട്. അദ്ദേഹം നേരത്തെ ഒരു ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ചരിത്രത്തിൽ താഴെ ചിട്ടാരെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനോട് പരിചയമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ചർച്ച ചെയ്യുക മാത്രമല്ല, ഇത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്.
ഈ ചർച്ച കഴിഞ്ഞിട്ടും ഇത്തരം പുസ്തകങ്ങൾ വീണ്ടും നടക്കും. നേരത്തെ 12 വയസ്സുള്ള ഒരു മീറ്റിംഗിലും അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ ഇപ്പോൾ ചേട്ടൻ ഈ ഒരു പുസ്തകം കൂടുതൽ ആൾക്കാരെ എത്തിക്കാം. കാര്യം അദ്ദേഹം പൈസ ചെലവാക്കി വിദേശത്ത് പോവുകയും അത് മറ്റുള്ളവർക്ക് അദ്ദേഹം നേടിയ അറിവുകൾ പ്രയോജനമാവണം എന്ന് ചിന്തിച്ചുകൊണ്ട് ആൾക്കാരെ എത്തിക്കുകയാണ്. ഞാനിത് പറയുന്നത് അതിനൊരു മാർക്കറ്റിംഗ് സൈഡിലാണ്. കാര്യം പുസ്തകത്തെ പറ്റി ആധികാരികമായിട്ട് അറിവുള്ള പലരും ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ പുസ്തകം ഇങ്ങനെ കൂടുതൽ സെയിലാക്കാം, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം, കൂടുതൽ ചർച്ചകളൊക്കെ നടക്കാം. അതേപോലെ പക്ഷേ നമ്മൾ വിചാരിച്ചാൽ ഈ ഒരു മികച്ച യാത്രാവിവരം കേൾക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പക്ഷേ മലയാള ഭാഷയുടെ കട്ടിയൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ തന്നെ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് നയാഗ്രയിലെ മഴവില്ലുകൾ എന്ന് പറയുന്നത്. വേദിയിലും ശാസ്ത്രത്തിലും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്നിവിടെ നടന്ന ചർച്ച ഞാൻ എഴുതിയ നയാഗ്രയിലെ മഴവില്ലുകൾ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു സാധാരണ വിലയിരുത്തൽ മാത്രമായിരുന്നില്ല. അത് ഒരു എഴുത്തുകാരനായി എൻ്റെ യാത്രയുടെ അർത്ഥം കൂടുതൽ വ്യക്തമാക്കി മനസ്സിലാക്കാൻ സഹായിച്ച അനുഭവം ആയിരുന്നു. ഈ പുസ്തകം ഞാൻ എഴുതിയത് യാത്രകളുടെ വിവരണം മാത്രമായി അല്ല, അമേരിക്കയിലെ മനുഷ്യരുടെ ജീവിതവും സംസ്കാരവും പ്രകൃതിയുടെ അത്ഭുതങ്ങളും ചേർന്നൊരു അനുഭവമായി പങ്കിടാനാണ്. ഇന്ന് നിങ്ങൾ പറഞ്ഞ ഓരോ അഭിപ്രായവും ഓരോ വിമർശനവും ഓരോ അഭിനന്ദനവും എനിക്ക് ഒരു പുതിയ പാഠമായും പ്രചോദനമായി മാറുന്നു. ഒരു എഴുത്തുകാരനായി ഇതിലും വലിയ സന്തോഷം ഏറെയില്ല. എഴുത്തുന്നത് ഒരാളുടെ മാത്രം സ്വന്തമല്ല, അത് എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള ഒരു സംവാദമാണ്. ഇന്ന് നടന്ന ചർച്ച അതിനെ ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു. എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും, എൻ്റെ എഴുത്തിനെ ഹൃദയത്തോട് സ്വീകരിച്ച വായനക്കാർക്കും, ഈ പരിപാടി സംഘടിപ്പിച്ച സർഗദീപ്തിക്കും, ഇവിടെ എത്തി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, ഇതൊരു പുതിയ യാത്രയുടെ തുടക്കമാണ്. ഈ സ്നേഹത്തിനും പിന്തുണയ്ക്കും എല്ലാവർക്കും നന്ദി. ഇനിയും നല്ല പുസ്തകങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ എത്താൻ ഞാൻ ശ്രമിക്കും. അടുത്തതായി ഞാൻ എഴുതാൻ പോകുന്നത് സീതത്തോടിൻ്റെ ചരിത്രമാണ്. ഒരു വാഹനമായി കാളവണ്ടി മാത്രം ഉണ്ടായിരുന്ന സീതത്തോട്ടിൽ ഇന്ന് ഇടതടവില്ലാതെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. മൺകട്ട കെട്ടി ഓരമേഞ്ഞ വീടുകളുടെ സ്ഥാനത്ത് ഇന്ന് മണിമാലകൾ ഉയർന്നിരിക്കുന്നു. അക്കൂട്ടത്തിൽ 15 കോടി രൂപയുടെ വീട് വരെയുണ്ട്. ഈ മാറ്റങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് അജ്ഞാതമാണ്. അതെല്ലാം ഓർത്തുപറ്റിയായിരിക്കും എൻ്റെ ഗ്രന്ഥം തയ്യാറാക്കുന്നത്. ഇവിടെ എത്തി എന്നെ അനുഗ്രഹിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തത് കുമാരി ലക്ഷ്മി മധുവാണ്. പത്തനംതിട്ട സിംഹത്തോട് കൂടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നേടിയിട്ടുണ്ട്. കവിത, ലേഖനം എന്നീ മേഖലയിൽ എഴുതാറുണ്ട്. പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിന്റെ പേര് നടപ്പാത എന്നതിൽ കഴിയുമാറാകട്ടെ എന്ന ഈ സംഗീതി പ്രാർത്ഥനയും ആശംസിക്കുന്നു. അടുത്തത് ഇന്നത്തെ നമ്മുടെ ചർച്ചയ്ക്ക് ആധാരമായി 3 പതിറ്റാണ്ടോളം ദുബായ് ഉൾപ്പെടെയുള്ള 2 രാജ്യങ്ങളിൽ സെക്രട്ടറിയായി ജോലി ചെയ്തു. 2024
5 മാസത്തോളം അമേരിക്കയിൽ പര്യടനം നടത്തി. അതിന്റെ ബാക്കിപത്രമാണ് നയാഗ്രിയിലെ മഴവില്ലുകൾ എന്ന യാത്രാവിവരണ ഗ്രന്ഥം. കൂടാതെ 3 യാത്രാവിവരണങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അറിയപ്പെട്ടവർക്ക് അത്ഭുതങ്ങളുടെ കലവറയായ ദുബായിയെ പറ്റി എഴുതിയ ദുബായ് ഒരു വിസ്മയലോകം, 50 വർഷമായി ഒരു ചാറ്റിന്മാരെ പോലും ചെയ്തിട്ടില്ലാത്ത സഹാറ അനുഭവിക്കപ്പെട്ട രാജ്യമായി ലിബിയയെ പറ്റി എഴുതിയ നെത്രാഹിയുടെ ദൂരദർശൻ ചാനലിലൂടെ 2012 സംരക്ഷണം ചെയ്തു. ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള ചിറ്റാറിന്റെ 120 വർഷത്തെ ചരിത്രം പറയുന്ന ചരിത്രത്താളിന്റെ ചിറ്റ എന്ന ഡോക്യുമെന്ററി 2020 നിർമ്മിച്ചു. അതിന് ചിറ്റാർ പഞ്ചായത്ത് ആദരിക്കുകയുണ്ടായി. സംഘടിപ്പിച്ച കലാ സാഹിത്യ സാംസ്കാരിക സമിതിയുടെ സ്ഥാപക സെക്രട്ടറിയാണ് ഇദ്ദേഹം. തപസ്യ കലാ സാഹിത്യ വേദി ഭാരത് സേവക് സ്വരാജ് ന്യൂഡൽഹി ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ 12ഓളം അവാർഡുകളും ആദരവുകളും ലഭിച്ചിട്ടുണ്ട്. ആ പോയിലൂടെ കൂടുതൽ മികവുറ്റ സാഹിത്യ രചനകൾ കൈരളിക്ക് സമ്മാനിക്കുവാൻ ശ്രീ സീറത്തോട് വിക്രമൻ കഴിയുമാറാകട്ടെ എന്ന് സാഹചര്യം ദീപ്തി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സമയക്കുറവ് ശ്രീ ഹരിനാരായണൻ. വളരെ വൈകി ഇരിക്കുന്ന എല്ലാ സദസ്സുകൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം.